ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഇൻസ്റ്റാഗ്രാം. ഇപ്പോൾ ഞാൻ പറയാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ അപ്കമിങ് ഫിലിമുമായിട്ട് ഫിലിം വർക്കിന് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ എനിക്കൊരു ചെറിയൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട് 3 ജസ്റ്റ് അഭിനയിക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ 1-2 ഫിലിമിൽ ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് അതിൽ വലിയ കാര്യമായിട്ടുള്ളൊരു റോളൊന്നും കിട്ടിയില്ല. പിന്നെ ഇപ്പോൾ ആട് 3 ഇപ്പോൾ ആ ഒരു കുറച്ച് പ്രതീക്ഷ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്കമിങ് ഫിലിംസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റ് സപ്പോർട്ടീവ് ആർട്ടിസ്റ്റ് ആയിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള എൻ്റെ സ്വന്തം ബാനറിൽ ഫിലിം വരുമ്പോൾ അത് എഫക്റ്റീവ് ആയിട്ടുള്ള ക്രിയേഷൻ ആയിരിക്കും. ഞാൻ എൻ്റെ സ്വന്തം കൺട്രോളിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് വേറെ ലെവലായിരിക്കും. അപ്പോൾ ഇപ്പം ഇറങ്ങുന്ന ഫിലിമും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഫിലിമും എനിക്ക് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളോ നോട്ടിഫിക്കേഷനോ അതിൻ്റെ വ്യക്തമായിട്ടുള്ള സ്ട്രക്ചറോ എനിക്കറിയില്ല. ജസ്റ്റ് സപ്പോർട്ടീവ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇപ്പോൾ ദുൽഖറിൻ്റെ ഫിലിം കമ്പനിയിലാണ് ജസ്റ്റ് ഇപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ദുൽഖർ ഞാനും പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലി കോണ്ടാക്റ്റ് ഉണ്ട്. ഞങ്ങൾ തമ്മിൽ ഡയറക്റ്റ് മീറ്റ് ചെയ്തിട്ടില്ല. ഇനി മുതൽ അപ്പോൾ അപ്കമിങ് വരുന്ന വർക്കിന് മീറ്റ് ചെയ്യണം. അതിനുശേഷം എൻ്റെ സ്വന്തം ബാനറിൽ ഞാൻ ഫിലിം ചെയ്തോളാം. അങ്ങനെയൊക്കെയാണ് ഇനി അപ്കമിങ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ജസ്റ്റ് സപ്പോർട്ടീവ് ആർട്ടിസ്റ്റായി വർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ ആർട്ടിസ്റ്റായിട്ട് ഞാൻ എൻ്റെ സ്വന്തം ബാനറിൽ ഫിലിം സെറ്റ് ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഞാൻ വിജയിൻ്റെയും ദുൽഖറിൻ്റെ അങ്ങനെയുള്ള മെയിൻ ആർട്ടിസ്റ്റിൻ്റെ ക്യാരക്ടർ പോയാണ്. അപ്പോൾ ഞാൻ എൻ്റെ എഡ്യൂക്കേഷൻ കഴിഞ്ഞു. ഇതിൻ്റെ ബാക്കിൽ കുറച്ച് നടന്നു. എനിക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റായി കിട്ടിയില്ല. ഇപ്പോൾ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മൂവ് ചെയ്തിട്ട് എൻ്റെ സ്വന്തം ബാനറിൽ ഫിലിം ക്രിയേറ്റ് ചെയ്ത് എടുത്തോളാമെന്നാണ്. അപ്പോൾ ഇനിയിപ്പോൾ അതിന് ആവശ്യമുള്ള ഡയറക്ടർ, പ്രൊഡ്യൂസേഴ്സിനെയൊക്കെ ജസ്റ്റ് മീറ്റ് ചെയ്യണം, കാണണം. പിന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു സീരിയലിൽ അഭിനയിക്കണോ, അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് താല്പര്യമുണ്ടോയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ജസ്റ്റ് ഇപ്പോൾ സീരിയലിന് പോയി കഴിഞ്ഞാൽ എനിക്ക് ഫിലിമിൽ വർക്ക് ചെയ്യണം. അപ്പോൾ ഫിലിമിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് പാൻ ഇന്ത്യ ഫുള്ള് എത്തുള്ളൂ. അല്ലാതെ ജസ്റ്റ് ഒരു സീരിയലിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ടൈം അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്നൊരു ഡെവലപ്മെൻ്റ് ആവില്ല. പിന്നെ അത്യാവശ്യം കുറേ ഇനോഗ്രേഷൻ ഫങ്ഷൻസ് അതിലൊക്കെ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പോൾ അതിനെല്ലാം കൂടുതലായിട്ട് ബെനിഫിറ്റും ബെറ്ററും ആയിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിമാണ്. അങ്ങനെയൊക്കെ ഞാൻ ഈ നോട്ടിഫിക്കേഷൻ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്ര തന്നെ. ഞാൻ അപ്കമിങ് വരുന്ന എല്ലാ വർക്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഹാപ്പി ആയിട്ട്. അതേമാതിരി എൻ്റെ ഹാപ്പി ആയിട്ടുള്ള ചെറിയ ഫ്രണ്ട്സ്, ഫാൻസിനൊക്കെ ഫുള്ളായിട്ടുള്ള ഒരു ഹാപ്പിനെസ് മോഡായിരിക്കും ഇനി എൻ്റെ സ്വന്തം സ്ട്രക്ചർ ലെവലിൽ ഫിലിം ഇറക്കുമ്പോൾ. ഓക്കെ, അത്ര തന്നെ. ഡൺ.